कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രഭൂമിയിലാണ് നാം നിൽക്കുന്നത്. തിരുവേഗപ്പുറമെന്നും നാമമുള്ള ക്ഷേത്രഭൂമി മഹാക്ഷേത്രഭൂമിയാണെന്ന് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. വലിയ പന്തലും വലിയ മതിലും ചുറ്റുമതിലും അകത്തായി ഉയർന്നു കാണുന്ന 3 കൊടിമരവും അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് നാം തിരുവേഗപ്പുറം ക്ഷേത്രത്തിലെത്തുന്നത്. 3 കൊടിമരങ്ങൾ കാണുമ്പോൾ തന്നെ ഇവിടെ 3 മൂർത്തികൾ വസിക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാവിഷ്ണുവും മഹാദേവനും ശങ്കരനാരായണനുമാണ് ഇവിടെ ചൈതന്യം ചൊരിയുന്നത്. ക്ഷേത്ര ഐതിഹ്യം, വിശ്വാസം, മഹത്തരമായ ആ കാഴ്ചകൾ ഒക്കെയും കാണാം ക്ഷേത്രഭൂമിക്കകത്ത് വെച്ച്. നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടീ ഹാരി ഹിരണ്മയവപുർധൃത ശംഖചക്ര അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കൂട്ടുകാരന് നൽകാനാണ് പുഷ്പം വാങ്ങുന്നത് എങ്കിലും അതിൻ്റെ പരിമളവും ഭംഗിയും ആദ്യം ആസ്വദിക്കുന്നത് നമ്മളാണ്. അതുപോലെ നിഷ്കാമ സേവനത്തിലൂടെ നമ്മുടെ മനസ്സാണ് വിശാലമാകുന്നത്. നമ്മളാണ് ആനന്ദം അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അയലത്തുകാർക്ക് നല്ല ബുദ്ധിയും മനസ്സും നൽകുവാനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അമ്മയുടെ വാക്കുകളിലൂടെ പരമമായ ആനന്ദം അറിയുവാനാകട്ടെ നമുക്ക്. സവിത്രമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടീ ഹാരി ഹിരണ്മയവപുർധൃത ശംഖചക്ര. തിരുവേഗപ്പുര ക്ഷേത്രത്തിൻ്റെ
തിരുമുമ്പിലെത്തിയ നാം നേരെ നടയിൽ നിന്ന് അകത്തേക്ക് ഒന്ന് തൊഴുതതിന് ശേഷം പിന്നീട് ക്ഷേത്രത്തെ വലം വയ്ക്കുകയാണ് വേണ്ടത്. ക്ഷേത്ര ദർശനക്രമവും അതിനോടൊപ്പം ഐതിഹ്യവും മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം. ക്ഷേത്രഭൂമിയിൽ ആദ്യം എത്തുന്നവർ പ്രധാന വാതിലിലൂടെ അകത്തേക്ക് വന്നാൽ പൂജാതി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഊരായ്മക്കാർക്കും മാത്രമാണ് കിഴക്കേ വാതിലൂടെ അകത്തേക്ക് കടക്കുവാനാകുന്നത്. അല്ലാത്തവരെല്ലാം കിഴക്കേ നടയിൽ നിന്ന് ഒന്ന് ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും ക്ഷേത്രത്തെ വലം വയ്ക്കുവാൻ തുടങ്ങണം. ഇങ്ങനെ വലം വെച്ച് തുടങ്ങിയാൽ നാം വലം വെച്ച് സഞ്ചരിച്ച് ആദ്യം എത്തുക കൂത്തമ്പലത്തിന് മുന്നിലായിരിക്കും. ഒരു വലിയ കൂത്തമ്പലം, സാമാന്യം വലിപ്പമുള്ള കൂത്തമ്പലം, അവിടേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. സദാ സവിത്രമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടീ ഹാരേ ഹിരണ്മയവപുർധൃത ശംഖചക്ര. കൂത്തമ്പലത്തിലേക്കുള്ള യാത്രാമധ്യേ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഏകദേശം എങ്ങനെയെന്ന് നോക്കാം. ഒരിക്കൽ പാലാഴി മഥനത്തിനായി മന്ദരപർവ്വതം ഉയർത്തിക്കൊണ്ടുപോയ ഗരുഡൻ അത് കാരണം ക്ഷയരോഗബാധിതനായി. അതുമാത്രമല്ല, സർപ്പങ്ങളെ ഭക്ഷിച്ചതിനാൽ ത്വക്ക് രോഗവും ബാധിച്ചു. ഇത് രണ്ടും ഏറെ ബുദ്ധിമുട്ടിക്കുകയാൽ ഗരുഡൻ തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ബ്രഹ്മദേവനോട് പറഞ്ഞുവത്രേ. ബ്രഹ്മാവ് പരിഹാരമായി പറഞ്ഞതാണ്, ഗയയിൽ ചെന്ന് അവിടുത്തെ നദിയുടെ ആഴങ്ങളിൽ നിന്ന് 2 ശിവലിംഗങ്ങൾ കൊണ്ടുവരിക. അതിലൊന്ന് ആദിത്യപുരത്തും മറ്റൊന്ന് കുന്തിപ്പുഴയുടെ ഏറ്റവും പുണ്യമുള്ള ഒരു വിഷ്ണുക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥാനത്തും സ്ഥാപിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥാനത്ത് ഗരുഡൻ സ്ഥാപിച്ചതാണ് ഈ ഒരു ശിവക്ഷേത്രം. ശിവവിഗ്രഹം കൊണ്ട് സ്ഥാപിക്കുകയും അതോടുകൂടി ഗരുഡന് ക്ഷയരോഗത്തിൽ നിന്ന് സകല രോഗങ്ങളിൽ നിന്ന് മുക്തിയും മോക്ഷവും ലഭിക്കുകയും ചെയ്തു. ശാപമുക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഗരുഡൻ പറന്ന് വളരെ വേഗത്തിലാണ് ഗയയിൽ നിന്ന് വിഗ്രഹവുമായി അല്ലെങ്കിൽ ശിവലിംഗവുമായി ഇവിടേക്ക് വന്നത്. അങ്ങനെ വേഗത്തിൽ പറന്നതുകൊണ്ട് തിരു എന്ന ശബ്ദം ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ വാഹനമായതുകൊണ്ട് പുണ്യം നിറഞ്ഞത് എന്നർത്ഥത്തിലാണ്. അങ്ങനെ വേഗത്തിൽ ഗരുഡൻ പറന്നതുകൊണ്ടാണ് ഈ പ്രദേശം തിരുവേഗപ്പുറമെന്നും അല്ലെങ്കിൽ തിരുവേഗപ്പുരമെന്നും അറിയപ്പെടുന്നത്. ഗരുഡൻ കൊണ്ടുവച്ച ശിവലിംഗമാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ഐതിഹ്യം മനസ്സിലാക്കിക്കൊണ്ട് നാം കൂത്തമ്പലത്തിന് മുന്നിലെത്തി. സാമാന്യം വലിപ്പമുള്ള കൂത്തമ്പലമാണ് ഇത് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അകത്ത് വലിയ തൂണുകളും കൂത്തമ്പലത്തിൻ്റെ എല്ലാ മാതൃകകളുമുണ്ട്. പ്രധാന ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള കൂത്തമ്പലത്തിൻ്റെ നിർമ്മാണ വിധിപ്രകാരങ്ങളെല്ലാം ഇവിടെ ചേർന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊരു സവിശേഷത കൂടി ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന ശിവന് വേണ്ടിയിട്ട് താളവാദ്യങ്ങൾ ഒരുക്കുവാൻ തയ്യാറായിരിക്കുന്ന, താളം കൊട്ടുന്ന രീതിയിലുള്ള നന്ദികേശൻ്റെ സാന്നിധ്യം ഇവിടെ ഈ കൂത്തമ്പലത്തിലുണ്ട്. അതുകൊണ്ട് ഈ കൂത്തമ്പലത്തിന് ഏറ്റവും ദിവ്യത്വമായി മാറുന്ന ഒരു ഭാവമുണ്ട് എന്നും ശിവസാന്നിധ്യം ഇവിടെ ഏറെയുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഓം നമോ ഹിരണ്യവാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപതയ ഉമാപതയേ പശുപതയേ നമോ നമഃ. തിരുവേഗപ്പുറം ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനമാണ് ഇത്. അതായത് ഗരുഡൻ ഗയയിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗത്തിലൊന്ന് സ്ഥാപിച്ചത് ഇവിടെയാണ്. വേഗത്തിൽ പറന്ന് ഇവിടെയാണ് ആദ്യം ശിവലിംഗം കൊണ്ടുവച്ചതെന്നും അത് കഴിഞ്ഞ് പിന്നീട് വേഗത്തിൽ തന്നെ പറന്നു പോയപ്പോൾ ചിറക് തട്ടി ശിവലിംഗം ഒന്ന് ചരിയുകയും ചെയ്തു എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ക്ഷേത്രഭൂമിക്ക് അകത്തുള്ള ശിവക്ഷേത്രത്തിലെ ശിവലിംഗം ഒരല്പം ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്നത് ഈ ഐതിഹ്യത്തിന് ബലമേകുന്നു. ഏതായാലും ഗരുഡൻ ആദ്യം ശിവലിംഗം കൊണ്ടുവച്ച സ്ഥാനം ഒരു കുണ്ടായിരുന്നു. ആ കുണ്ടിന് വളരെ പ്രാധാന്യം ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. ദിവ്യത്വം കൽപ്പിച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്രഭൂമിയിൽ എത്തുന്നവരെല്ലാം ഇവിടെ വന്ന് ശിവനെ സങ്കല്പിച്ച് ഗരുഡനെയും കൂടി സങ്കല്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്.
കിഴക്ക് നടയിൽ ദർശനം നടത്തി കൂത്തമ്പലവും ശ്രീമൂലസ്ഥാനവും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഉപദേവന്മാർക്ക് സാന്നിധ്യമുള്ള മറ്റൊരു ക്ഷേത്രഭൂമിയിലേക്ക് നാം എത്തുന്നു. അവിടേക്ക് വരാനായിട്ട് പ്രദക്ഷിണപാതയിൽ നിന്ന് വേറൊരു വഴി, പ്രത്യേകിച്ചൊരു ക്ഷേത്രമായി തന്നെ കരുതാവുന്ന രീതിയിൽ വേറൊരു വഴിയും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രഭൂമിക്ക് അകത്തേക്കാണ് നാം എത്തിയത്. ഇവിടെ ശ്രീ അയ്യപ്പനും ത്രിപുരാന്തകനും നിലകൊള്ളുകയാണ്. എരിഞ്ഞുപുരാന്തകൻ എന്നും ഇവിടെ സാധാരണയായി പറയാറുണ്ട്. ത്രിപുരാന്തക ഭാവം നിലകൊള്ളുമ്പോൾ ഈ ക്ഷേത്രഭൂമിയിൽ 2 ഈശ്വരമൂർത്തികൾ ഒരേ ശ്രീകോവിലിൽ വസിക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ഒരു ക്ഷേത്രഭൂമിയുടെ മറ്റൊരു ഏറ്റവും വലിയൊരു സവിശേഷത, ജ്ഞാനപ്പാനയുടെ കർത്താവായ പൂന്താനത്തിന് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു കൊടുത്തു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ചതുരാകൃതിയിൽ, ഒരു പ്രത്യേക ചുറ്റുമതിൽ ചതുരാകൃതിയിൽ നമുക്കത് കാണുവാനാകും ആ സ്ഥാനം. ഇവിടെ എത്തുന്നവരെല്ലാം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു വലിയ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉപദേവ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ നമുക്കിനി. ആയിരം തിരിതെളിയുന്ന ത്രിപുരാന്തക സാന്നിധ്യം. ഈ ക്ഷേത്രത്തിൻ്റെയും ഈ നാടിൻ്റെ തന്നെയും സംരക്ഷകനാണ് ത്രിപുരാന്തക സ്വാമി. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ കളത്തിലും എരിഞ്ഞുപുരാന്തകൻ്റെ അദൃശ്യ സാന്നിധ്യം യഥാസമയം ഉണ്ടെന്നാണ് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നതത്രേ. പണ്ട് മാപ്പിള ലഹള കാലത്ത് കലാപക്കാർ തൂതപ്പുഴയുടെ അങ്ങേക്കരയിലെത്തിയെങ്കിലും ഇവിടുത്തെ ത്രിപുരാന്തക സ്വാമിയുടെ മായാവിലാസത്താൽ ഇക്കരെ സൈന്യത്തിന് എത്തി നിൽക്കുവാൻ ആയില്ല അത്രേ. അവർ ഭീതിതരായി മടങ്ങിപ്പോയി. ത്രിപുരാന്തക ദർശനം അഭീഷ്ടസിദ്ധിക്ക് ഏറെ ഉചിതമത്രേ. മനസ്സിലെന്താഗ്രഹിക്കുന്നുവോ അത് ത്രിപുരാന്തകന് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞ് സാധിച്ചു കഴിയുമ്പോൾ അടക്കറിയും 1000 തിരിയും ഇവിടെ വെക്കണമെന്നുള്ളതൊരു ചടങ്ങാണ്. 1000 തിരി എന്ന് പറഞ്ഞാൽ 1000 ദീപങ്ങൾ തെളിയിക്കൽ തന്നെയാണ്. അടക്കറി എന്ന് പറയുന്നത് പ്രത്യേക വഴിപാടും. ശ്രീ അയ്യപ്പനും ത്രിപുരാന്തകനും ഇരിക്കുന്ന ക്ഷേത്രഭൂമി ദർശനം നടത്തി വീണ്ടും പ്രധാന ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണപാതയിലേക്ക് എത്തി നാം ഇപ്പോൾ പടിഞ്ഞാറേ നടയിലേക്ക് എത്തിക്കഴിഞ്ഞു. പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിന് മുന്നിൽ നിന്ന് നേരെ ദീപശിഖയോടുകൂടിയുള്ള നട നമുക്ക് കാണാം, അകത്തെ നട. ഈ അകത്തെ നടയിലൂടെ അകത്തേക്ക് പ്രവേശനം നാം ആദ്യം എത്തുന്നത് പാർവതി സങ്കല്പമുള്ള സ്ഥാനത്താണ്. പടിഞ്ഞാറേ നടയിലൂടെ വേണം യഥാർത്ഥത്തിൽ അകത്തേക്ക് പ്രവേശിച്ച് നാലമ്പലത്തിനകത്ത് ദർശനം നടത്തുവാൻ. ഇതിനൊരു പ്രത്യേക ദർശനക്രമം തന്നെയുണ്ട്. അത് വിശദമായി പറയാം നമുക്ക് ഇനി. പടിഞ്ഞാറേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ച ആദ്യം സാധ്യമാകുന്നത് പാർവതി ദർശനമാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിൽ ദേവീ സാന്നിധ്യം കണ്ട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് വലത്തേക്ക് നടന്ന് മഹാദേവ സാന്നിധ്യത്തിന് മുന്നിലെത്തുന്നു. തെക്കേ തേവരാണ് ഇവിടെ മഹാദേവൻ. ഒരേ ലിംഗത്തിൽ തന്നെ 3 സങ്കല്പങ്ങളാണ്. പ്രഭാതത്തിൽ ജ്ഞാനസ്വരൂപനായ ശ്രീ ദക്ഷിണാമൂർത്തിയും, മധ്യാഹ്ന പൂജയ്ക്ക് സർവപാപ ധ്വംസകാരനായ സർവമംഗളദായകനായ പരമശിവനും, സായം സന്ധ്യയ്ക്ക് ലോകജന്യായ പാർവതീദേവിയോടും ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരോടും തൻ്റെ പരിവാരങ്ങളായ ഭൂതഗണങ്ങളോടും ചേർന്ന് രാജരാജനായി വിരാജിക്കുന്ന മഹാദേവനുമായാണ് സങ്കല്പങ്ങൾ. മഹാദേവ ദർശനം കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് നടന്ന് ഹോമകുണ്ടത്തിൻ്റെ അരികിലെത്തി അവിടെ നിന്ന് താഴ്കക്കുടത്തെ നോക്കി ശംഭോ മഹാദേവ മന്ത്രങ്ങൾ ഉരുവിടണം. തിരിച്ചു വീണ്ടും തിരുനടയിലെത്തി മഹാദേവ ദർശനം നടത്തിയതിനു ശേഷം നമസ്കാര മണ്ഡപത്തെ വലം വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തെ വലം വയ്ക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ വലം വെച്ച് ആദ്യം എത്തുക ശ്രീ ദക്ഷിണാമൂർത്തിയും മഹാഗണപതിയും നന്ദികേശ്വരനും സാന്നിധ്യമാകുന്ന തിരുനടയിലാണ്. ഇവിടെ നിന്ന് വലിയ പ്രദക്ഷിണമായി നടക്കുമ്പോൾ നേരെ നടന്ന് നാം സർപ്പപ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്തുന്നു. സർപ്പരാജന് മുന്നിൽ പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നീട് മഹാവിഷ്ണുവിൻ്റെ തിരുനടയിൽ ദർശനം നടത്തും. പുരാതന കാലത്ത് അശോകപുരം, ശോകമില്ലായ്മയുടെ സ്ഥാനം എന്നായിരുന്നു ഈ നാടിൻ്റെ നാമം. 3 ഭാഗവും പുണ്യനദികളാൽ അലങ്കരിക്കപ്പെട്ട് പ്രകൃതി മനോഹരിതയുടെ മൂർത്തരൂപമായി ശാന്തസുന്ദരമായിരുന്നുവത്രേ ഈ ഭൂപ്രദേശം. അക്കാലത്ത് ഈ പുണ്യദേശത്തിലൂടെ സഞ്ചരിക്കാനിടയായ അതിമാനുഷ്യരും ക്ഷത്രിയ കലയുള്ളവരും എതിതുല്യരുമായ ഋഷിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണത്രേ ഇവിടുത്തെ വിഷ്ണു വിഗ്രഹം. ഇവിടെ പ്രാദേശികമായി അനുഭൂതമായ ഉജ്ജ്വലമായ വൈഷ്ണവ ചൈതന്യം ഇതിന് ഉദാഹരണമാണ്. ആ ചൈതന്യത്തെ ഇന്ന് കാണുന്ന ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് പൂജിച്ചു. ഈ ക്ഷേത്രഭൂമിയിൽ ഏറ്റവും പഴക്കമുള്ള പ്രതിഷ്ഠയും മഹാവിഷ്ണുവിൻ്റേത് തന്നെ. മഹാവിഷ്ണുവിൻ്റെ തിരുനടയിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ
നമസ്കാര മണ്ഡപത്തെ വലം വെച്ചുകൊണ്ട് നേരെ ശങ്കരനാരായണ സ്വാമിക്ക് മുന്നിലെത്തുന്നു. അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പ്രതിഷ്ഠിച്ച ശങ്കരനാരായണ വിഗ്രഹം നടുവിലെ തേവർ എന്നാണ് അറിയപ്പെടുന്നത്. വലതുഭാഗത്ത് ശൈവമായും ഇടതുഭാഗത്ത് വൈഷ്ണവമായും വിഗ്രഹം പ്രകാശിക്കുന്നു. ഈ ജ്ഞാനമൂർത്തിയുടെ ശിരസിന്റെ വലതുവശം മഹാദേവന്റെ ജടയും തിരുനെറ്റിയോട് ചേർന്ന ചന്ദ്രക്കലയും, നെറ്റിത്തടത്തിൽ അർത്ഥനിമീലിതമായി ശാന്തി നിറഞ്ഞ് പ്രകാശിക്കുന്ന നേത്രവും, ആത്മാനന്ദത്താൽ പ്രകാശിക്കുന്ന അധരവും, കപാലവും കണ്ഠത്തിൽ ഫണമുയർത്തി വിരാജിക്കുന്ന സർപ്പവും, വലതുഭാഗത്തെ ഹസ്തദുന്തത്തിൽ പരശുവും കപാലവും, അരയിൽ ആനത്തുടലുടയാടയും, വലത്ത് തൃപ്പാദത്തിൽ അലങ്കൃതമായി സർപ്പവും ചേർന്ന് തികച്ചും ശൈവമായി വിരാജിക്കുന്നു. ഇടതുവശമാകട്ടെ അവതാര വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കും വിധം രത്നഖചിതമായ കിരീടവും, തിരുനെറ്റിയിൽ മനോഹാരികളായ അലകളും, ഗോപിക്കുറിയുടെ പകുതി ഭാഗവും, ആനന്ദദായകമായ നേത്രവും, രത്നകുണ്ടലങ്ങളാൽ അലങ്കരിച്ച കർണവും, തിളങ്ങുന്ന കപോലവും, സുന്ദരമായ കണ്ഠവും, കൗസ്തുഭരത്ന അലങ്കൃതമായ മാലയുടെ അർദ്ധാംശവും, കടകാദികൾ അലങ്കരിച്ച കൈകളും, ഇങ്ങനെ ശൈവവും വൈഷ്ണവും സമന്വയിച്ച സങ്കല്പത്തിന്റെ മൂർത്തരൂപമാണ് ശങ്കരനാരായണ സ്വാമി. അവിടെയും ദർശനം പൂർത്തിയാക്കിയാൽ ശങ്കരനാരായണ സ്വാമിക്ക് തിരുമുന്നിലെ നമസ്കാര മണ്ഡപത്തിന് ഒരു വശത്തുകൂടി ഓവ് മുറിച്ച് കടക്കാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് നടന്ന് മഹാദേവന്റെ ശ്രീകോവിലിനും ശങ്കരനാരായണ സ്വാമിയുടെ ശ്രീകോവിലിനും ഇടയിലുള്ള വഴികളിലൂടെ നേരെ മുന്നിലേക്ക് സഞ്ചരിച്ച് പടിഞ്ഞാറേ നടയിലൂടെ പുറത്ത് കടക്കണം. നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ് ഈ ഹോമകുണ്ടത്തിൻ്റേത്. വൃശ്ചിക മാസത്തിലെ അഷ്ടമി നാൾ, അതായത് വൈക്കത്തഷ്ടമി നാൾ തന്നെ, ആ നാളിൽ ഇവിടെ വളരെ പ്രാധാന്യമാണ്. വൈക്കത്തഷ്ടമി പ്രഭാതത്തിലെ അഷ്ടമിയാണ് നോക്കാറുള്ളതെങ്കിൽ ഇവിടെ രാത്രിയിൽ അഷ്ടമി വരുന്ന സമയത്താണ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ നടത്താറ്. അങ്ങനെ വൃശ്ചികത്തിലെ അഷ്ടമി നാളിൽ രാത്രിയിൽ പ്രത്യേകിച്ച് നെയ്യഭിഷേകം മഹാദേവന് നടത്താറുണ്ട്. ആ സമയത്ത് പ്രണാളയിൽ നിന്ന് ആ ഒഴുകി വരുന്ന നെയ്യ് ഒരു ചെറിയ ചെമ്പ് പാളി കൊണ്ട് ഈ ഒരു ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവരിക്കുന്നു. ആ നെയ്യ് ഇവിടേക്ക് വന്ന് പതിക്കുമ്പോൾ ഇവിടേക്ക് പ്ലാവിൻ തടി കൊണ്ടൊരു വിറക് ഒരുക്കിയിരിക്കും. അത് പതിയെ തീ തെളിയിക്കുവാനും അതിൽ അഗ്നി തെളിയിക്കുകയും ആ വിറക് എരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മേലേരിയായത് മാറുകയും ചെയ്യും. ഇങ്ങനെ ഇവിടെ ഒരു അഗ്നിനാളം ഉണ്ടാകുകയും അതൊരു ഹോമകുണ്ടത്തിന് സമാനമായ രീതിയിൽ വൃശ്ചിക മാസത്തിലെ അഷ്ടമി നാളിൽ നമുക്ക് കാണാനുമാകും. ഭഗവാൻ ആടുന്ന നെയ്യാണ് ഒഴുകി എത്തുന്നത് എന്നുള്ളതുകൊണ്ട് ദിവ്യമായ ഒരു സാന്നിധ്യവും ഗന്ധവും ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷവും എല്ലാം ഇവിടെ ഒത്തുചേരും. ഇങ്ങനെ വൃശ്ചികത്തിലെ അഷ്ടമിയിൽ ഇങ്ങനെ ഒരു അഗ്നി അല്ലെങ്കിൽ ഹോമകുണ്ടമായി ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രദോഷ സന്ധ്യ വരെ ആ വിറക് തിരി അല്ലെങ്കിൽ എരിഞ്ഞ ആ ഒരു അതിൻ്റെ ബാക്കി അന്ന് തിരിഞ്ഞ ആ തീയുടെ ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. ആ തീനാളത്തിൻ്റെ വിറക് എരിഞ്ഞതൊക്കെയും തണുത്ത് കഴിയുമ്പോൾ പിന്നീട് അവിടെ നിന്ന് എടുക്കുന്ന ആ ചാരമാണ് ഇവിടെ ഭസ്മമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭസ്മത്തിന് ഔഷധ ഗുണമുണ്ട്. അതുപോലെ ഭക്തി വിശ്വാസമുള്ളവർക്ക് ഭഗവാന് ആടിയ നെയ്യിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദമായതുകൊണ്ട് തന്നെ ഈ ഭസ്മത്തിനേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാനുമാകും.
അതുമാത്രമല്ല ഈ ആടിയ നെയ്യ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉചിതമെന്ന് വിശ്വസിക്കുന്നു. ഈ ദേശത്തിലെ കുട്ടികൾക്കൊന്നും അപസ്മാരം വരാത്തത് ഇവിടെ ഈ മഹാദേവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് എന്ന വിശ്വാസം ശക്തമായി തന്നെ ഏവരുടെയും ഹൃദയത്തിലുണ്ട്. ക്ഷേത്രഭൂമിയിൽ 1000 തിരി തെളിഞ്ഞു കഴിഞ്ഞു. ഇതാണ് 1000 തിരി എന്ന വഴിപാട്. 1000 തിരി തെളിയുമ്പോൾ പ്രാർത്ഥനകൾ 1000 ഇവിടെ സഫലമാവുകയാണ്. ത്രിപുരാന്തകന് മുന്നിൽ എന്ത് പ്രാർത്ഥിച്ച് 1000 തിരി കൊടുത്തിയാലും ആ പ്രാർത്ഥനകളെല്ലാം സാധ്യമാണ്. സാധാരണ ഇവിടെ വന്ന് ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ പറഞ്ഞു പോവുകയാണ് ഭക്തർ ചെയ്യുന്നത്. പിന്നീട് അത് സാധ്യമായി കഴിയുമ്പോഴാണ് വന്ന് 1000 തിരി തെളിയിക്കുന്നത്. ഇവിടെ ഈ കാഴ്ച കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ 1000 തിരി കാണുക തന്നെയാണ്. ഇതിൻ്റെ പ്രകാശം ഹൃദയത്തിലേക്ക് നിറയ്ക്കുക തന്നെയാണ്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക. ആ മനസ്സിലെ പ്രാർത്ഥന തീർച്ചയായും ഭഗവാൻ കേൾക്കും. ഈ 1000 തിരികളും പ്രകാശം ചൊരിയും. എല്ലാ പ്രാർത്ഥനകളും സഫലമാകും. മനസ്സിന്, ചിന്തയ്ക്ക്, ആരോഗ്യത്തിന് എല്ലാം നന്മകൾ തന്നെ കൈവരും. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. 3 കൊടിമരങ്ങൾ, 3 മൂർത്തികൾ, 3 കാലഘട്ടങ്ങൾ. വിഷ്ണുവായാലും ശരി, ശങ്കരനാരായണനായാലും ശരി, മഹാദേവനായാലും ശരി, പല കാലഘട്ടങ്ങളിലാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഐതിഹ്യം തന്നെ പറഞ്ഞു തരുന്നു തിരുവേഗപുരം. പാലക്കാട് ജില്ലയിലെ ഈ ക്ഷേത്രഭൂമി പ്രാചീനമായ ക്ഷേത്രഭൂമികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു ക്ഷേത്രഭൂമി തന്നെയാണ്. വലിയ ചുറ്റുമതിലിനകത്ത് 1000 തിരിയുടെ പ്രാർത്ഥനകൾ തെളിയുന്ന ക്ഷേത്രഭൂമി. ഈ മുഴങ്ങുന്ന മണിനാഥത്തിൻ്റെ മന്ത്രം ഏവരുടെ ഹൃദയത്തിലും ശാന്തിയുടെ മന്ത്രങ്ങൾ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നന്മകൾ നേർന്നുകൊണ്ട് നമസ്കാരം. സദാ സവിത്രമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടി ഹാരി ഹിരണ്മയവപുർധൃത ശങ്ക